ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, നമുക്ക് ഇതിപ്പോൾ പരസ്യമായി കോഴിക്കോട് ബീച്ചിൽ നടന്ന ഒരു പരിപാടിയാണ്. അത് ഹമാസ് ഭീകരർക്കായുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നിരിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു വേദിയിൽ നടന്ന ഒരു പരിപാടി എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? ഇസ്ലാമിക തീവ്രവാദത്തിനെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദഗതിയാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുവെ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഈ തീവ്രവാദത്തിൽ കുറച്ചു പേര് തീവ്രവാദികളുണ്ട് എന്ന് വിചാരിച്ച് മൊത്തം സമുദായത്തെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അതിനൊക്കെ ശരിയാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഹമാസ് ആയാലും അതേപോലെ താലിബാൻ ആയാലും ഇതേപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സർവാത്മന പിന്തുണയ്ക്കുന്ന സമീപനം കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് വലിയ തോതിലുള്ള പിന്തുണ കൊടുത്തത് കേരളത്തിലെ മുസ്ലിം സമുദായമല്ലേ. അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുന്നില്ലായിരിക്കാം, വോട്ട് ചെയ്യില്ലായിരിക്കാം. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകർ തങ്ങളാണ് എന്ന രീതിയിൽ രംഗത്ത് വരികയും അതിന് എല്ലാവിധ പിന്തുണ കൊടുക്കുകയും ചെയ്ത ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മുദ്രാവാക്യങ്ങൾ മുസ്ലിം ലീഗിന് പോലും ഏറ്റെടുത്ത് ഉയർത്തേണ്ട സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ സംജാതമായി. അപ്പോൾ മുസ്ലിം സമുദായത്തിന് വലിയ ഒരു പങ്കുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ചയിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ഇത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. സമുദായത്തിന്റെ പിന്തുണ ഇത്തരം തീവ്രവാദികൾക്ക്, ഹമാസ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. ഹമാസിന്റെ ചെയ്തികളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസ് അല്ല. പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന സംഘടന എന്നുള്ള ആ ഒരു വിക്ടിമിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും കയ്യും കണക്കുമില്ല. അതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിനെയും താലിബാനെയും ഇനിയിപ്പോ നാളെ IS പിന്തുണയ്ക്കും, അൽ ഖ്വയ്ദയെയും പിന്തുണയ്ക്കും. നമ്മൾ യാക്കൂബ് മേമന് മയ്യത്ത് നിസ്കാരം നടത്തിയ നാടാണിത്. അജ്മൽ കത്തബിന് വേണ്ടി പ്രാർത്ഥിച്ച നാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഫ്സൽ ഗുരുവിന് വേണ്ടി പ്രാർത്ഥിച്ച നാടാണ്. ഇത്തരത്തിലുള്ള പിന്തുണയാണ്. അതിന് ഇസ്ലാം മറുപടി പറഞ്ഞേ മതിയാകൂ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രതിസ്ഥാനത്ത് ഇസ്ലാം സമുദായമാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.